ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ. വാണിയംകുളത്ത് തെരുവ് നായ സ്വകാര്യ വ്യക്തിയുടെ 7 ആടുകളെ കടിച്ചുകൊന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. വാണിയംകുളം കോതയൂർ ചൂരക്കോട്ടിൽ വീട്ടിൽ അയ്യപ്പന്റെ വീട്ടിലെ ആടുകളെയാണ് കടിച്ചുകൊന്നത്. ഗർഭിണികളായ 3 വലിയ ആടുകളെയും 3 ചെറിയ ആടുകളെയുമാണ് കൂട്ടിൽ കടിച്ചുകൊന്ന നിലയിൽ കണ്ടത്. ഒരാട്ടിൻകുട്ടിയെ തെരുവുനായ കടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. 18 ആടുകൾ ഉണ്ടായിരുന്ന കൂട്ടിൽ 5 ആടുകൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർ എത്തി പരിക്കേറ്റ ആടുകൾക്ക് ചികിത്സ നൽകി. 4 മണിക്ക് കരയിൽ കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ കൂടൊക്കെ പൊളിച്ചിടണം. അപ്പോൾ ആടുകളൊക്കെ നോക്കിയപ്പോൾ ആടുകൾ ചത്ത് കിടക്കണം. കുട്ടികളൊന്നും കാണാനില്ല. 6 ചത്തറിനും 3 സീരിയസ് ആയിട്ട് കടിച്ചിടണം. ഇതിൻ്റെ മുമ്പ് രണ്ട് പ്രാവശ്യം 6 കൊന്നു. പിന്നെ അവിടെ നമ്മുടെ ഫാമിൽ തൊഴുത്തിൽ പശുക്കുട്ടികളൊക്കെ കടിച്ചു കൊന്നിട്ട് ഒരാഴ്ച മുമ്പ് 2 പശുക്കുട്ടികളെ കടിച്ചു കൊന്നു. അതിൽ 1 മാസമായിട്ടുണ്ടല്ലോ, 20 ദിവസം അതിനും കടിച്ചു കൊന്നു. ഇതിൻ്റെ മുമ്പ് മറ്റേ 6 വലിയ ആടിനും കടിച്ചു കൊന്നു. അപ്പം ഇന്നലെ ഇതിൽ 6 ചത്തു, 3 നല്ല പരിക്ക്. ഒരാട്ടുകുട്ടി കൊണ്ടുപോവുകയും ചെയ്തു. 3 ആട് നിറച്ചേനയാണ്, 4 മാസമായിരുന്നു. ബാക്കി ഇപ്പോൾ ഡോക്ടർ വന്നിട്ടൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. 4 6 മരിച്ചു. മാസങ്ങൾക്ക് മുൻപ് അയ്യപ്പന്റെ തന്നെ 6 ആടുകളെ തെരുവുനായ കടിച്ചുകൊന്നിരുന്നു. കൂടാതെ 15 ദിവസം മുൻപ് ഇയാളുടെ തന്നെ പശുഫാമിലെ 2 പശുക്കളെയും തെരുവുനായ കടിച്ചുകൊന്നിരുന്നു. ക്ഷീര കർഷകനായ അയ്യപ്പന്റെ പ്രധാന വരുമാന മാർഗമാണിത്. ഏകദേശം 1 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നതായി അയ്യപ്പൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെട്ടിത്തൊടിയിൽ വിജേഷിന്റെ 2 പശുക്കളെയും എടക്കോട് സ്വദേശി പ്രഭയുടെ 2 പശുക്കളെയും തെരുവുനായ കടിച്ചുകൊന്നിരുന്നു. പ്രദേശത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ജയശ്രീ പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശനം നടത്തി. ഈ വാർഡിൽ നിരന്തരമായിട്ട് നമ്മുടെ മൃഗസംരക്ഷണം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അവരുടെയൊക്കെ ഇന്ന് ഒരു 7 ആടിനെയും 1 കുട്ടീനെയും കടിച്ചു. ആടുകൾ ചത്തു, കുട്ടീനെ കടിച്ചു തിന്നിട്ട് അപ്പുറത്ത് തൊടിയിലിട്ടിട്ടുണ്ട്. അതേപോലെ ഒരു 5-6 ആടുകളെ കടിച്ചിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ മുന്നേയും 3 പ്രാവശ്യമായിട്ട് 6 ആടുകളെയും കൊന്നിട്ടുണ്ട്. അതേപോലെ 2 പശുക്കുട്ടികളെയും ഇതിൻ്റെ മുന്നേ കൊന്നിട്ടുണ്ട് ഈ വ്യക്തിയുടെ തന്നെ. ഇത് അയ്യപ്പൻ ചൂരക്കോട്ടിൽ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വാർഡിൽ തന്നെ നമ്മുടെ വിജേഷ് ചോട്ടത്തൊടി എന്നിവരുടെ 2 പശുക്കുട്ടികളെയും ഇതിന്റെ മുന്നേ കൊന്നിട്ടുണ്ട്. അതുപോലെ വാർഡ് 2-ലുള്ള 2 പശുക്കുട്ടികളെ കൊന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇത് നിരന്തരം ഒരു ശല്യമായി തീരുകയാണ് ഈ നായ്ക്കളുടെ പ്രശ്നം. അപ്പം അതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിപ്പോൾ മനുഷ്യരെയും കൂടിയും ബാധിക്കുന്ന അവസ്ഥയിലാണ് തുടർന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ മൃഗസംരക്ഷണം എന്നുള്ളത്. അതുകൊണ്ട് അവർക്കൊരു നിത്യ വരുമാന മാർഗമാണ് ഇവിടെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ന്യൂസ് ഡെസ്ക് CCV. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BVOC, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.